നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ആ രഹസ്യം പൊട്ടിക്കാൻ പോവാ. എനിക്കിനി കാത്തിരിക്കാൻ പറ്റില്ല. അമ്മാവ ക്ഷമിക്കണം. ഈ ഓഡിറ്റോറിയം മുഴുവൻ നോക്കി, ഋതുവിനെ കാണാനില്ല. രാജുവിനോട് വരാൻ പറ. ക്ഷമിക്കണം അമ്മാവ, രാജുവിനെയും കാണാനില്ല. കാണാനില്ലേ? അവൻ ഇവിടെ തന്നെ ഉണ്ടാവേണ്ടതാണല്ലോ ഈ സമയത്ത്. അറിയില്ല. രണ്ടുപേരെന്തായാലും ഈ ഓഡിറ്റോറിയത്തിൽ ഇല്ല. സെക്യൂരിറ്റി വിളിക്കുക. എന്റെ മോളും രാജു ഇവിടെ പോയി. അവര് കാറിൽ പുറത്തേക്ക് പോയായിരുന്നല്ലോ, ഞാൻ കണ്ടതാ സർ. ഓ അത് ശരി. അപ്പൊ രണ്ടാളും ഒരുമിച്ചാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. ലക്ഷണം കണ്ടിട്ട് ദീപക്കേട്ടെല്ലാം കുഴപ്പിക്കുമെന്നാ തോന്നുന്നത്. ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കി ചേച്ചിയുടെ കല്യാണം വരെ മുടക്കി കളയോന്നാ ഇപ്പൊ എന്റെ പേടി. മോനോടെ പോയി അറിയില്ല. അല്ല, അവൻ ഇവിടുത്തെ ഒരുക്കങ്ങളുടെ തിരക്കിലായിരുന്നല്ലോ. അത് മുൻപ്. ഇപ്പൊ എവിടെന്നാ ചോദിച്ചത്? ഋതുവിനെ കൊണ്ട് അവൻ എങ്ങോട്ടാ പോയത്? അറിയില്ല. കേട്ടില്ലേ, മന്ത്രിയുടെ മോളെയും കൊണ്ട് പി ഒളിച്ചോടിയെന്ന്. കഷ്ടം തന്നെ. ദീപകേ, നീ ഋതുവിനെ വിളിക്കേ. എവിടെയുണ്ടെങ്കിലും പെട്ടെന്ന് ഇവിടെ എത്താൻ പറ. സ്വിച്ച് ഓഫാ. നിങ്ങൾ മോനെ ഒന്ന് വിളിക്കേ. സ്വിച്ച് ഓഫ് ആണെന്ന് പറയണേ. ഇപ്പൊ മനസ്സിലായല്ലോ. ഒരുമിച്ച് കാറി പോകുന്നു, ഫോണും സ്വിച്ച് ഓഫ്. എന്താ ഇതിന്റെ അർത്ഥം? ഒളിച്ചോടണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്നെ വേണമായിരുന്നോ? വെറുതെ മന്ത്രിക്ക് നാണക്കേടുണ്ടാകാൻ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാണെന്നേ. അവർക്ക് ഔചിത്യം എന്ന് പറയുന്ന സാധനമില്ല. ആ അത് ശരിയാ. ഒന്ന് മിണ്ടായിരിക്കും. അവർ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. നിങ്ങളോട് പറഞ്ഞിട്ടാണോ രാജു പോയത്? ഇല്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല. അങ്ങനെ പറയാതെ പോകുന്ന ആളല്ലല്ലോ രാജു. ഇന്ന് എന്ത് പറ്റിയതാവും? എന്ത് പറ്റാൻ? പറ്റിയത് വിശദീകരിക്കാതിരിക്കുന്നതാ ബുദ്ധി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.